ഞങ്ങളിപ്പോൾ കർണാടകയിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ടോൾ ഉണ്ടാവുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം വൈകാതെ ഞങ്ങൾ അവിടെ എത്തും. അതാണ് കർണാടക മഹാരാഷ്ട്ര ബോർഡർ. അപ്പോൾ ഇനിയിപ്പം അതാ ടോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ടോളും കഴിഞ്ഞ് പാസ് ചെയ്ത് ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് കിടക്കും. അതിനുശേഷം ഞങ്ങളുടെ യാത്ര മഹാരാഷ്ട്രയിലെ സംസ്ഥാനത്തിലൂടെയാണ്. ടോൾ കടന്നിട്ടുണ്ട്. നമ്മുടെ ഫാസ്ടാഗ് റീഡ് ചെയ്തു, ഓക്കെ ആയി. ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് കയറി കഴിഞ്ഞു. ഓക്കെ, ഇവിടുത്തെ ആകാശം താഴെയുള്ള ഭൂമിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം എന്താ വെച്ചാൽ താഴത്ത് നല്ല പച്ചപ്പും മുകളിലേക്ക് നോക്കിയാൽ നല്ല നീല കളറും. കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന അതേ പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരൊറ്റ വ്യത്യാസം മാത്രം, റോഡ് അടിപൊളി റോഡാണ്. കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല റോഡും അവിടുത്തെ റോഡും ഇവിടുത്തെ റോഡുമായിട്ട്. ബാക്കി പ്രകൃതി കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ മലകളും അതുപോലെ പാടങ്ങളും, കർണാടകയിലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, മഹാരാഷ്ട്ര സംസ്ഥാനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മലകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. മലകളുണ്ട്, അതുപോലെ നല്ല പച്ചപ്പ്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു എന്താ പറയുക, കണ്ണിന് കുളിർമയേകണ അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നമുക്ക് നോക്കിയാൽ കാണുന്ന അത്രയും ദൂരത്തിലേക്ക് നീണ്ടു പരന്നിട്ടാണ് റോഡ് കിടക്കുന്നത്. കാരണം അത്രയും ദൂരം നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് റോഡിൻ്റെ, വളവോ തിരിവോ ഒന്നുമില്ലാതെ. ഇവിടെ റോഡ് എന്താ പറയുക, പാടശേഖരത്തിൻ്റെ നടുവ് കൂടെയൊക്കെയാണ്, അതായത് ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കാരണം തന്നെ ഇതായിരിക്കാം. എന്താ പറയുക, മറ്റുള്ള വളവ് തിരിവുകളൊക്കെ വെച്ചിട്ടുള്ള കൂടുതൽ ഇല്ല എന്നുള്ള, തീരെ ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, അത്യാവശ്യമുണ്ട്, എന്നാലും കമ്പാരിറ്റിവിറ്റി കുറവാണ്. ചുറ്റുഭാഗവും നല്ല ഭംഗിയുള്ളതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, യാത്രയുടെ ക്ഷീണവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. റോഡുകളാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അടിപൊളി. നമ്മുടെ ഇവിടെ ആണെങ്കിൽ 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് പോയി കിട്ടും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അകാശി കേവ്സിലേക്കുള്ള വഴിയിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമത്തിന് നടുവിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് കുറേ വീടുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറിച്ചിട്ടുള്ള കൃഷി രീതി അടക്കം ഇവിടെ ഇവർ പഠിച്ചു കഴിഞ്ഞു. ദൂരെയായി കാണുന്ന ആ മലയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന അകാശി കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള റോഡ് വളരെ മോശപ്പെട്ട റോഡാണ്. അത് കാരണം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം സഞ്ചാരികൾ ഈ ഭാഗത്തേക്ക് കൂടുതലായി വരാത്തതിൻ്റെ കാരണവും. റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുന്നതിൽ വിമുഖത കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ഒരു സർവേ കല്ലാണിത്. ഇതൊക്കെ ഇവിടുന്ന് പുഴക്കി മാറ്റി ദൂരം മാറ്റിയിട്ട് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വേണ്ടത്ര ഒരു കരുതൽ കിട്ടാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്.
ആദിശിലോറ ഗുഹകൾക്ക് സമാനമായിട്ടുള്ള ഗുഹകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് പോയി നോക്കാം. കണ്ടിട്ട് ചടച്ചപ്പോ 2 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. നിങ്ങളെ ഞാൻ നോക്കും. നടക്കേണ്ട സ്ഥലം എവിടെയുണ്ടാ? വരാതിരിക്കാനാണ്. ഹിന്ദിക്കാരല്ല കേട്ടോ, നമ്മുടെ പള്ള ആൾക്കാരാണ്. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവരും. അയ്യോ, ഇത് മുകളിലേക്ക് വരുമ്പോൾ എല്ലാവരും വെള്ളം കുപ്പി എടുത്ത് കയ്യിൽ വെക്കാൻ മറക്കരുത്. ചെറിയ 10 രൂപയുടെ ബോട്ടിൽ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് എടുത്തു. ബോട്ടിൽ സ്റ്റെപ്പാണ്. നമ്മൾ പഴനിയിലേക്ക് കയറുന്ന അതേപോലെ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അസാധ്യ വ്യൂ ആണ്. അതാണ് ഇവിടെ വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ തണുത്ത കാറ്റാണ് വന്നുകൊണ്ടിരിക്കണത്. നമ്മൾ ആദ്യത്തെ കേവിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അത്യധികം ആകാംക്ഷാഭരിതരായി ഞങ്ങൾ ആദ്യത്തെ ഗുഹയിലേക്ക്. ഗുഹയൊക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ മാഷത് തേനീച്ച കൂടോ? എമ്മ തണുപ്പ. ആ അതിൻ്റെ ഉള്ളിൽ തണുപ്പാണ്. ഇവിടെ DYFI എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. DYFI അതൊക്കെ ഗുഹയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ SFI എഴുതി വെച്ചിട്ടുണ്ട്. SFI അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഫുള്ളി ഇരുട്ടാണ്. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അതാണ് ഗുഹയുടെ ഉൾഭാഗം. ഓക്കെ, ഒരാൾക്ക് കഷ്ടേൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പണിതിട്ടുള്ളത്. ഒരുപാട് ഗുഹകളുണ്ട് കേട്ടോ. അല്ല, ഇവിടുന്ന് തൊട്ടിട്ട് ഇതാ കാണുന്നതൊക്കെ ഗുഹകളാണ്. എല്ലാത്തിലും ഇതേപോലെ സിമെന്റ് ഇട്ട് നശിപ്പിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാത്തൊരു വൈബാണ് ഇവിടെ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ നാട്ടുകാർ മാത്രമേ ഉള്ളൂ, ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് വരാനില്ല. ഇതൊക്കെ ടൂറിസ്റ്റുകൾ തന്നെ ആയിരിക്കാം മേ ബി. പക്ഷേ എന്തോ ഇവിടെ ഒന്നും സിമെൻ്റ് ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ.
ഇപ്പോഴത്തെ കേവ്സിൻ്റെ ഇടയിലൊക്കെ ഓരോ കിണറുകളുണ്ട്. അവർക്ക് പണ്ട് വെള്ളം കുടിക്കാനായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളായിരിക്കാം. കുറേ മീനുകളുണ്ട് കേട്ടോ. സംഭവം സെറ്റപ്പ്. ഇതെന്തോ കുറച്ചും കൂടെ ഇതായിട്ടുള്ളതാണെന്ന് തോന്നുന്നത്. പൂട്ടിയിട്ടേക്കാണ്. ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ കണ്ടങ്ങൾ ഇത്രയും താഴോട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ ആഴമുള്ള ഓരോ ചെറിയ കുഴികളാണ്. കിണറെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കണ്ടോ ഇത്ര ആഴമുള്ളത്. ഇതുണ്ടോ മീനുകളുണ്ട്. ഫുൾ സെറ്റപ്പ് എന്താളെ ഇതല്ലേ. ഇതൊക്കെ പിന്നെ പഴയ പണികളാട്ടോ. ഇതൊന്നും ഇപ്പം ഉള്ളതല്ല, പണ്ടുണ്ടായിരുന്ന വർക്കുകളാണ്. ഭയങ്കര ഭക്തിയോട് കൂടിയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഭക്തിഗാനങ്ങൾ വെച്ചിട്ട് കേട്ടോ, ഭക്തിയോട് കൂടിയിട്ടൊന്നല്ല. ഒരു ക്ഷീണം അറിയാതിരിക്കാനായിരിക്കാം മേ ബി. ഇവിടെ എല്ലായിടത്തും ഈ ടൈപ്പ് കിണറുണ്ട് കേട്ടോ. ഇതിന് പക്ഷെ കുറച്ചും കൂടെ ആഴമുണ്ട്. പക്ഷേ ഈ കിണറിന് കുറച്ചും കൂടെ ആഴമുണ്ട്. ഇവിടെ 2 കിണർ. പക്ഷേ അതാ ഞാനും പറഞ്ഞത്, ഇതിന് ആഴമല്ല വല്ലാതെ ഇല്ല. ഇത്രയും മലയുടെ മുകളിൽ ഇത്രയും വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അമ്പലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഭക്തിമാർഗത്തിൽ വരുന്നതെന്നുള്ള സംശയം ഇവിടെ മാറിക്കിട്ടിയല്ലോ. ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇത് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. വെള്ളം പക്ഷെ ഇത് മലിനമായിട്ടുണ്ടെന്ന് തോന്നണം. മറ്റുള്ള വെള്ളത്തിൻ്റെ ക്ലിയർ ഇല്ല അല്ല പക്ഷേ. ഓ അഗാഷിയു കേവ്സിൻ്റെ താഴ്വാരമാണ് ഇത് കാണുന്നത്. എന്ത് ഭംഗിയാണ് നോക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുഹയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ചൂട് ഇതൊക്കെ നിയന്ത്രിക്കാനാണ് തോന്നുന്നുണ്ട്. വനവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അതായത് നമുക്ക് ആ വലിയ ഗുഹ പോയിട്ട് കണ്ടു നോക്കാം. ഇവിടെ ഏകദേശം എത്ര ഗുഹയാണ് പക്ഷേ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു? 22 ഗുഹയോളുണ്ട് ഇതിൽ മാത്രം. ഈ ഒരു തട്ടിൽ മാത്രമായിട്ട്. ഇതിൻ്റെ ചുറ്റുഭാഗത്തും സമീപത്തും ഒക്കെ ആയിട്ട് അതിൽ കൂടുതലുണ്ടാവും. 100-ലധികം ഗുഹകളുണ്ടാവും ഏകദേശം. ഇതൊക്കെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഗിരീഷ് മാഷാണ് കേട്ടോ. അതാണ് ഗിരീഷ് മാഷ അടുത്ത് നമ്മൾ ഇടയ്ക്ക് ചോദിക്കണത്. ഇപ്പം നമ്മളിവിടെ എത്തി നിൽക്കുന്നത് 22ാമത്തെ ഗുഹയിലാണ്. ഈ സൈഡത്തെ ഏറ്റവും ലാസ്റ്റത്തെ അല്ല, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇത്രയും കണ്ടിട്ട് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യണം അല്ലേ. 22ാമത്തെയാണ് ഈ ഗുഹ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പാണ്. നമ്മുടെ വീട്ടിൽ ഫാനോ AC ഒട്ടൊക്കെ ഇട്ടാത്ത അത്രയും അടിപൊളി സെറ്റപ്പാണ്. ഇതല്ലേ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് ബുദ്ധസന്യാസിമാരുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അവർക്കൊക്കെ താമസിക്കാനുള്ള ഓരോ റൂം, അവർക്ക് കിടക്കാനുള്ള കട്ടിൽ പോലത്തെ സംഭവമാണ്.
എന്തായാലും നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്ന ഗിരീഷ് മാഷിനാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. ഇതിൻ്റെ ഈ ഉള്ളിലുള്ള റൂമുകളിൽ ഏറ്റവും വലിയ ഒരു റൂമാണ് ഈ കാണുന്നത്. പിന്നെ ഒരു റൂം ഇവിടെ ആയിട്ടാണുള്ളത്. ഇതിൽ ഇതാണല്ലേ ഇതുപോലത്തെ കട്ടിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ളൊരു സംഭവം ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണല്ലേ ഇതൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണയിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഇതിന് വേണ്ടത്ര കെയറൊന്നും ഇവിടെ കാണുന്നില്ല അല്ലേ പക്ഷേ? അതെ, അജന്ത എല്ലോർക്കൊക്കെ കിട്ടുന്ന ആ ഒരു പ്രാധാന്യം നമ്മുടെ ഇവിടുത്തെ ഇതിനൊന്നിനും കാണുന്നില്ല. ഇതാണല്ലേ കിടക്കാനുള്ള സെറ്റപ്പ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഞങ്ങളിത് താഴെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ഗുഹയുടെ ഒരു സംഭവം പോലും കാണാനില്ല. ഞങ്ങളെന്നിട്ട് മാഷെടുത്ത് പറയുകയും ചെയ്തു, മാഷ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത്. മാഷ് പക്ഷേ ഇതൊക്കെ ഫുള്ള് ഗൂഗിൾ ചെയ്ത് നോക്കി സെറ്റാക്കി വെച്ചേക്കണം. മാഷ് ഉണ്ടാവുകൊണ്ട് തന്നെ ഹിന്ദി അറിയാത്ത ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാതും മാഷ് തന്നെ ചോദിക്കും. എല്ലാ സ്ഥലത്തേക്കുള്ള വഴി മാഷിൻ്റെ ഗൂഗിൾ ചേച്ചി കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മുടെയൊക്കെ ഗൂഗിൾ മാപ്പ് ഇട്ട 10 പ്രാവശ്യം വഴി തെറ്റിക്കും. അതിനുള്ള ടിപ്പും കൂടെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടേ. എല്ലാവരും ഗൂഗിൾ മാപ്സ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഒരിക്കലും വഴി തെറ്റിക്കില്ല എന്നാണ് മാഷ് പറഞ്ഞത്. എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും മാഷ് അത് ചെയ്യേണ്ടത്? 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഗൂഗിൾ മാപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതാണല്ലേ ഒരു മന്ദിരമുണ്ട്. അതെ, അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ തോന്നുന്നല്ലോ പക്ഷെ ഇപ്പം. അതെ, ഇന്നെന്തോ ഒരു പ്രത്യേക പൂജ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇത്രയും തിരക്ക്. സഞ്ചാരികളൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണിത്. അധികാരം അറിയപ്പെട്ടിട്ടില്ല. പിന്നെ ഇതാണ്ടല്ലേ വെള്ളമില്ലാത്തൊരു കിണർ ആദ്യമായിട്ട് കണ്ടു. ഇതിലാണ്ട ഇത്ര ആഴമുള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത്ര ആഴത്തിലാണ് ഈ മലയുടെ മുകളിൽ, ഇത്രയും ഉയരത്തിൽ നിൽക്കണ ഈ മലയുടെ മുകളിൽ ഈ വെള്ളം കിട്ടുന്നത്. അത് പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ മാഷേ? ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ട അതേപോലത്തെ സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉൾഭാഗം നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ അത് വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ഓടിപ്പോയി കൊണ്ടിരിക്കുക. അതെ, അല്ലേ പണ്ട് നമ്മൾ വഴി ഉണ്ടാക്കിയ പോലെ തന്നെ പാറയ്ക്ക് അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അടുത്ത ഗുഹയിൽ കയറി. പക്ഷേ സത്യത്തിലേ ഈ സംഭവങ്ങൾ ഒരു സ്ട്രക്ചർ ചെയ്തതായിരിക്കും. അത് ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനുഷ്യൻ നിർമ്മിച്ച സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയാണ് സംഭവം. പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടായതല്ല ഈ കിണറൊക്കെ. പക്ഷേ അപ്പോൾ ഉണ്ടാക്കിയതല്ലേ. സ്റ്റെപ്പുകൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എത്ര സ്റ്റെപ്പ് മൊത്തം പറഞ്ഞാൽ നമ്മൾ 50 അതിൽ കൂടുതലുണ്ട് സ്റ്റെപ്പുകൾ. അതിൽ 50-60 അല്ലേ. ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ സെറ്റപ്പ് സംഭവം. ഏകദേശം പഴനിമലയുടെ സെറ്റപ്പ് അല്ലേ പക്ഷേ സ്റ്റെപ്പ് അതേപോലത്തെ ഒരു സ്റ്റെപ്പുകളാണിത്. സ്റ്റെപ്പുകൾ ചൈനയുടെ വൻമതിൽ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. താഴെ വരണ്ട് നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. നമ്മുടെ വണ്ടിയുടെ ആ ഭാഗത്ത് എവിടെയായിട്ട് നിർത്തിയിട്ടുള്ളത്. ഗൈസ് നമ്മളേ ഇതിൽ 50 സ്റ്റെപ്പ് ഒന്നല്ല കേട്ടോ, ഇവിടെ ഒരു 5000-ന് മുകളിലുണ്ടാവും. അല്ല പറയുക ഏകദേശം 100 പോരെ. പക്ഷേ അവിടെ നിന്ന് ഇതുവരെ ഇപ്പൊക്കെ 50 എണ്ണായി. ആ എന്തായാലും ഒരു 1000-100 സ്റ്റെപ്പാക്കാം. 100 സ്റ്റെപ്പ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ താഴെ എത്തുമ്പോഴേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം.
ഗിരീഷ് മാഷ എണ്ണയും കൊണ്ടാണ് ഇറങ്ങണത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊന്നും ആയിരിക്കൂല, ഇതുവരെ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് വെച്ച് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുന്നു ഏകദേശം. അപ്പോൾ താഴെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, മാഷ എണ്ണി തീർത്തിട്ടുണ്ട്. 360 സ്റ്റെപ്പാണ് ടോട്ടലുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞതിൻ്റെ അടുത്തേക്ക് എത്തി ഏകദേശം 500. നമ്മൾ 1000 എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കയറി മടുത്തിട്ട് പറഞ്ഞു കേട്ടോ. അയ്യോ, അങ്ങനെ എത്തുണ്ടായിരുന്നില്ല കയറിയിട്ടും. കാശി കേസിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പട്ടേൽ പ്രതിമയാണ്. അതിനായി ഏകദേശം 100-300 കിലോമീറ്ററിന് മുകളിൽ ഓടേണ്ടതായിട്ടുണ്ട്.